ജന്മമെടുത്തവർ ഒത്തുചേർന്നു. ജന്മിതം ജന്മദിനം ഘോഷിച്ചിടുവാൻ ജന്മമെടുത്തവർ ഒത്തുചേർന്നു. ജന്മദിനം ഘോഷിച്ചിടുവാനായി ജന്മദിനം ഘോഷിച്ചിടുവാനായി ജന്മദിനം ഘോഷിച്ചിടുവാൻ ജന്മമെടുത്തവർ ഒത്തുചേർന്നു. ജന്മദിനം ഘോഷിച്ചിടുവാനായി കലിയുഗാവതാരത്തിന്റെ ജന്മനക്ഷത്രം ആഘോഷിക്കുവാനാണ് നമ്മൾ കഴിഞ്ഞ വിഷു ദിനത്തിൽ തൃക്കൊടിയേറി ആരംഭം കുറിച്ചത്. അഖില ലോകേശ്വരൻ അവതാരമായി വന്ന് ഈ ലോകത്തിൽ താൻ അവതാരമാണെന്നും തൻ്റെ അവതാര ഉദ്ദേശം ഇന്ന ഇന്ന വിധത്തിലാണെന്നും ആദ്യമൊന്നും വെളിപ്പെടുത്താൻ ഒരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. ഓരോ പ്രാർത്ഥനകളിലും ഓരോ പ്രഭാഷണങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും പറയാറുണ്ട് ഭഗവാന്റെ ത്യാഗകർമ്മങ്ങളെ പറ്റി. ആ ത്യാഗകർമ്മങ്ങളെ പറ്റി നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞത് താൻ തന്നെ വെളിപ്പെടുത്തിയ അപൂർവം ചില കാര്യങ്ങൾ കേട്ടിട്ടും അറിഞ്ഞിട്ടുമാണ്. അപൂർവം ചിലത് എന്ന് പറയാൻ കാരണം ആ 69 തിരുവർഷക്കാലവും ആ മഹാത്യാഗം തന്നെയായിരുന്നു. പരിപൂർണമായും ത്യാഗം തന്നെയായിരുന്നു. ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരാത്മാവിന് പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ത്യാഗം. അപ്പോൾ ചിലർ ആലോചിക്കും, അത് ദൈവമല്ലേ? അതെ, ദൈവമാണ്. അതുകൊണ്ടാണ് അത് സഹിച്ചത്. അല്ലെങ്കിൽ സഹിക്കാൻ കഴിയില്ല, മനുഷ്യനെ കൊണ്ട് അത് കഴിയുകയില്ല. സ്വന്തമെന്ന് കരുതി വീണ്ടെടുത്ത് നിലനിർത്തിയിരുന്ന അനേകം ആളുകൾ അത്യാവശ്യ കാര്യങ്ങൾ വന്ന് അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് മാറി നിന്നിട്ട് അവിടെ ഇല്ല എന്ന് അറിയിപ്പ് കൊടുത്ത ചില സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തരുമാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നിങ്ങൾക്കൊരു ഒരു വിധത്തിൽ സൂക്ഷ്മാവസ്ഥയിൽ കാണാൻ കഴിയില്ല, പക്ഷേ പല കാര്യങ്ങളും സ്ഥൂലാവസ്ഥയിൽ തന്നെ അറിയാൻ കഴിയുമല്ലോ. ഒരാൾ ജോലിക്ക് പോകുന്ന ഒരാൾ 5 മണിക്ക് വീട്ടിൽ വരും എന്നുറപ്പുണ്ട്. 5:30 അവിടെ ചെന്നാൽ ആളിനെ കാണാം എന്ന് കരുതി ചെല്ലുമ്പോൾ അവിടുന്ന് കുഞ്ഞിനെ ഇറക്കി വെളിയിലേക്ക് വിട്ടിട്ട് പറയണം, അച്ഛൻ വന്നില്ല. ഇതിന്റെ എല്ലാ സാധ്യതകളും നമുക്ക് ബോധ്യമുണ്ട്. ഈ ആൾ വേറെ എങ്ങും പോകാൻ ഒരു കാര്യവുമില്ല, ഇന്നിവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ അകത്തിരുന്നു കൊണ്ട് വെളിയിലേക്ക് കുഞ്ഞിനെ വിട്ടിട്ട് പറയുകയാണ്, ഇവിടെ ഇല്ല, അച്ഛൻ ഇവിടെ ഇല്ല. എന്തായിരിക്കും നിങ്ങൾ ആരെങ്കിലും ഒരാളാണ് ഇങ്ങനൊരു കാര്യത്തെ നേരിടുന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും?
കുറച്ച് സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ളവരാണെങ്കിൽ ഇറങ്ങി വാടാ എന്ന് വിളിക്കും. ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണെങ്കിൽ അതിനൊരു വൈരാഗ്യപ്പെട്ട് ഇനി അവന്റെ കാര്യം വരുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടോളാം എന്ന് കരുതി ഇറങ്ങിപ്പോകും. ഭഗവാനെ സംബന്ധിച്ച് ഇത് രണ്ടും പറ്റത്തില്ല. ഭഗവാനെ സംബന്ധിച്ച് ഇത് രണ്ടും പറ്റുകയില്ല. കാരണം സൂക്ഷ്മാവസ്ഥയിൽ ഇത് മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുവാണ് ഗുരുരൂപം. അപ്പോൾ എൻ്റെ ബാഹ്യമായ കാര്യങ്ങൾക്ക് സഹായമായി നിൽക്കുമെന്ന് കരുതി ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോ ഇല്ല, അച്ഛൻ ഇവിടെ ഇല്ല, കുഞ്ഞിറങ്ങി എന്ന് പറയുകയാണ്. അച്ഛനകത്തിരിക്കുന്നത് രണ്ടവസ്ഥയിലും അറിയാവുന്ന ഭഗവാൻ. സാരമില്ല, ഞാൻ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. കഷ്ടതയും പട്ടിണിയും പരിഹാസവും ഒക്കെ വേറെ അവസ്ഥ കിടക്കുകയാണ്, അനേകം കിടക്കുകയാണ്. ഇതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. മനുഷ്യജന്മങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ നിങ്ങളിലൊരു ത്യാഗബോധം ഉണ്ടാകണമല്ലോ, അതിനുവേണ്ടി ചില കാര്യങ്ങൾ മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. ഓരോ ദിവസവും പ്രഭാതം തുടങ്ങി അടുത്ത പ്രഭാതത്തിൽ എത്തുന്നത് വരെ ഒരു പകലും ഒരു രാത്രിയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ത്യാഗകർമ്മങ്ങൾ, കഷ്ടതകൾ, പട്ടിണികൾ, പരിഹാസങ്ങൾ വർണ്ണിച്ചു തീർക്കാൻ കഴിയുന്നതല്ല. ഒരു നാവാലും, നമ്മൾ പലപ്പോഴും പറയും 1000 നാവുള്ള അനന്തനാൽ പോലും വർണ്ണിക്കാൻ കഴിയില്ല എന്ന്. ഇന്ന് മനുഷ്യജന്മങ്ങൾ കോടാനുകോടിയുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ഒത്തുനിന്ന് പറഞ്ഞാലും ആവില്ല. കാരണം അത്രമേൽ ത്യാഗമാണ്. ഒരു മനുഷ്യബുദ്ധി കൊണ്ട് അതിനെ അളക്കാൻ കഴിയില്ല. ഭഗവാൻ തന്നെ പറഞ്ഞു, ലോകത്തിലെ ഒരളവ് പോലും കൊണ്ടും എന്നെ അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് താൻ തന്നെ വെളിപ്പെടുത്തി. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചില സന്ദർഭങ്ങളും ചില സംഗതികളും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് കേട്ടും അതറിഞ്ഞുമാണ് നമ്മൾ പറയുന്നത് ഭഗവാൻ ത്യാഗം ശ്രമിച്ചു. അല്ലാതെ തന്നെ പരിപൂർണാവസ്ഥ അറിയാവുന്നവരാരുമില്ല. പക്ഷേ ആ അറിഞ്ഞ അറിവിൽ കൂടി എങ്കിലും, അറിയിച്ചിരിക്കുന്ന അറിവുകളെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ഈ അനുഭവിക്കുന്ന പരമാനന്ദം അത് തിരിച്ചെഴുന്നള്ളി വന്ന് ആനന്ദജീ ഗുരുദേവനിൽ കൂടി അനുഭവിച്ചതായാലും, വീണ്ടും വന്ന് വാണിരുന്ന ഗുരുപ്രസാദ് ഗുരുദേവനിൽ കൂടി ലഭിച്ചതായാലും, വീണ്ടും വന്ന് വാണിരുന്ന സദാനന്ദ സിദ്ധ ഗുരുദേവനിൽ കൂടി ലഭിച്ചതായാലും, ഇന്ന് ലഭിക്കുന്നതായാലും ആ ഏകശക്തി അന്ന് അനുഭവിച്ച ത്യാഗകർമ്മത്തിന്റെ ഫലമാണ് എന്ന് ഭക്തിപൂർവ്വം ഓർത്തുകൊണ്ട് നന്ദിയോടുകൂടി അനുഭവിക്കണം. കഷ്ടമേറെ സഹിച്ചല്ലോ ഏഴകളെ വീണ്ടെടുപ്പാൻ, കഷ്ടമേറെ സഹിച്ചല്ലോ ഞങ്ങൾക്കായി വന്നുദിച്ച സൽഗുരു, അങ്ങേ കാരുണ്യത്തെ ഓർത്തു ഞങ്ങൾ വാഴ്ത്തുന്നേ. അങ്ങേ അതെ, നിശ്ചയമായും ഓരോ ഹൃദയങ്ങളും ഓരോ നിമിഷവും ആ ത്യാഗകർമ്മങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നന്ദിയോടുകൂടി വേണം ലോകത്ത് ജീവിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ നന്ദി കെട്ടവരായിരിക്കും. നന്ദി ഇല്ലാതെ പോയാൽ നമ്മളിൽ നിന്ന് നന്മ മറഞ്ഞു പോകും. അപ്പൊ നന്മ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ നിന്ദ്യന്മാരായി പോകും. തിന്മ ചെയ്യുന്ന ഒരാളിനെ ആരെങ്കിലും സ്തുതിക്കാറുണ്ടോ? തിന്മ ചെയ്യുന്ന ഒരാളിനോട് ആരെങ്കിലും കൂട്ടുകൂടാറുണ്ടോ? തിന്മ ചെയ്യുന്ന ഒരാളിനെ ആരെങ്കിലും പൂജിക്കാറുണ്ടോ? ആദരിക്കാറുണ്ടോ? ബഹുമാനിക്കാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല. എന്നാൽ നന്മയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ ദൂരെ നിന്ന് ചില അസൂയ വാക്കുകളൊക്കെ വളരെ അപൂർവം ചില അജ്ഞാനികൾ പറഞ്ഞേക്കാം. എന്നാലും അവൻ്റെയും ഉള്ളിൽ അത്രയും ആൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരിക്കും. അതാണ് നന്മയുടെ പ്രതിഫലം. നന്മയുടെ പ്രതിഫലം മറ്റുള്ളവരുടെ ആദരവും ബഹുമാനവും സ്തുതികളും ഒക്കെ ആയി തന്നെ ലഭിക്കും. അതൊന്നും നമുക്ക് വേണ്ട. പക്ഷേ നമുക്ക് എന്തിനു വേണ്ടിയാണ്? നന്ദി നിറഞ്ഞുള്ള അകത്തിൽ കണ്ണനെന്നും വാഴുന്നു. നന്ദി നിറഞ്ഞുള്ള
കളിവിളയാട്ടം ആനന്ദമായിട്ട് അനുഭവപ്പെടും. അതിനു വേണ്ടി മറ്റൊന്നും നമുക്ക് വേണ്ട. ഒരാൾ ബഹുമാനിക്കുന്നോ, ഒരാൾ എന്നെ സ്തുതിക്കുന്നോ, ഒരാൾ എന്നെ ആദരിക്കുന്നോ, ഇതൊന്നും നമ്മളെ സംബന്ധിച്ച്, ആത്മബോധികളെ സംബന്ധിച്ച്, ആധ്യാത്മിക വഴികളിലൂടെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അതൊന്നും നമ്മളെ ബാധിക്കേണ്ടുന്നതല്ല, ബാധിക്കാൻ പാടില്ല. കാരണം ഒരാൾ സ്തുതിക്കുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ദുഷിക്കുമ്പോൾ നമുക്ക് വളരെയേറെ ദുഃഖമുണ്ടാകും. ഇത് രണ്ടും ഒന്നുപോലെ കാണാനുള്ള കാഴ്ചയാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരിക്കലും ഈ സ്തുതി പാടുന്നവരുടെ സ്തുതി നമ്മളെ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുകയുമില്ല. നമ്മളെ വിമർശിക്കുന്നവർ, നമ്മളെ വളരെയേറെ ദ്രോഹിക്കുന്നവർ, അവരിൽ നിന്നായിരിക്കും നമുക്ക് വലിയ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അവരായിരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. ഒരാൾ സ്തുതി പറയുമ്പോൾ ആ ആളിനോടുള്ള സന്തോഷം അപ്പോൾ ഒന്ന് ഷേക്കാൻഡ് കൊടുത്ത് അല്ലെങ്കിൽ മറുപടി പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാകും. വിമർശിക്കുന്നവനോടോ അവനോടൊരു വിരോധം താൽക്കാലികമായി സംഭവിക്കും. പക്ഷേ വീണ്ടും വീണ്ടും മനസ്സിൽ ചിന്തിക്കും, ആ ആൾ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ, അതിനെന്താണ് കാരണം? ഇങ്ങനെ ചിന്തിച്ച് 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 നമ്മൾ വലിയൊരു വ്യത്യാസം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ആ ആളിനോട് നമ്മൾ വിരോധിക്കാൻ പാടില്ല. വിമർശിക്കുന്നവരോട്, വിമർശനം ചെയ്യുന്നവരോട് നമ്മൾ വിരോധിക്കാൻ പാടില്ല. കാരണം അവരും ചെയ്യുന്നത് നമ്മുടെ വളർച്ചയ്ക്കായി നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്ക് ഇത് രണ്ടും ഒന്നുപോലെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാകണം. അങ്ങനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി എന്നും നമ്മുടെ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിതം ചെയ്യുമ്പോൾ പൂരം നക്ഷത്രം ഓരോ ഹൃദയത്തിലും എന്നും നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ 139ാമത് ജന്മനക്ഷത്രത്തിന് തൃക്കൊടിയേറി ഇന്ന് 5ാം ദിനമാണ്. സർവശക്തിയുടെ മഹാകാരുണ്യമാണ് ഈ ഇടുക്കവും ഞെരുക്കവുമുള്ള ഈ സമയത്ത് ഇത്രയൊക്കെ ഒരുക്കി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭഗവാൻ അനുവദിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ശോഭനമായ നിലയിൽ, അതിൻ്റെ പരിപൂർണാവസ്ഥയിൽ പരമാനന്ദമായി മനോത്സവമായി കൊണ്ടാടുവാൻ, സർവഘോഷങ്ങളോടുകൂടി കൊണ്ടാടുവാൻ സർവശക്തി അനുവദിക്കണമേ എന്ന് എപ്പോഴും നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കാരണം അത് അത്യാവശ്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്, നമ്മുടെ ഏറ്റവും വലിയ ആഘോഷമാണ്, നമ്മുടെ ഏറ്റവും വലിയ ജന്മനക്ഷത്രമാണ് നമ്മുടെ ഗുരുവിൻ്റെ ജന്മനക്ഷത്രം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മനക്ഷത്രമാണ്. അത് ഉന്നതമായി നടക്കുവാൻ പ്രാർത്ഥിക്കേണ്ടത് ഓരോ ജന്മങ്ങളുടെയും ആവശ്യമായതുകൊണ്ട് എല്ലാവരും വിട്ടു പ്രാർത്ഥിക്കുക. കരുണാനിധി എഴുന്നള്ളി നിന്നുകൊണ്ടെല്ലാം ആനന്ദമായും അനുഗ്രഹമായും നടത്തി തരുവാനാണ്. അഖില ലോകേശ അവതാരൂപ ആത്മാവിൽ വാഴണേ നാഥ, എൻ്റെ ആത്മാവിൽ വാഴണേ നാഥ. ലോകേശ്വരനാണ് ശുഭാനന്ദ നാമത്തിൽ അവതാരമായി വാഴുന്നത്. അവതാരം ലോകത്തിൽ സംഭവിക്കുന്നത് അത്ര നിസാരമായിട്ടല്ല. അനേകം വർഷങ്ങളിലെ തപസ്സും
അനേകം വർഷങ്ങളിലെ തപസ്സും അനേകം ജന്മങ്ങളുടെ തപസ്സും അനേകം ജന്മങ്ങളുടെ തപസ്സും ദേവീദേവന്മാരുടെയും ദൂതപരിവാരങ്ങളുടെയും തപസ്സും ദേവീദേവന്മാരുടെയും ദൂതപരിവാരങ്ങളുടെയും തപസ്സും പ്രപഞ്ച പ്രകൃതിയുടെ തപസ്സും ഈശ്വരന്റെ തീരുമാനവും ഒന്നിച്ച് സംഭവിക്കുന്ന സമയത്താണ് ഒരു തിരുവവതാരം ലോകത്തിലേക്ക് സംഭവിക്കുന്നത്. ഈ ചതുർയുഗത്തിൽ ഈ അവസാന യുഗമാകുന്ന കലിയുഗത്തിൽ അങ്ങനെ ഒരു മുഹൂർത്തം ലോകത്തിൽ സംഭവിച്ചു. എന്നാണത് 1087-ാം ആണ്ട് ഐശ്വര്യമേറിയ മേടമാസം സംഭവിച്ച ശുഭമുഹൂർത്തം. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ വെള്ളി വിളങ്ങുന്ന വെള്ളിയാഴ്ച. ഈ ലോകത്തിലേക്ക് അവതരിച്ചത് ആരാണ്? അനേകം യുഗങ്ങളായി ദേവീദേവന്മാർ കാത്തിരുന്ന സാക്ഷാൽ മഹാശക്തി. സാക്ഷാൽ മഹാശക്തി. ആ ദൂതപരിവാരങ്ങൾ അനേക വർഷങ്ങളായി കാത്തിരുന്ന മഹാശക്തി. ആ സുവർണമായി തീരുവാൻ, കോമളമായി തീരുവാൻ, ഐശ്വര്യമായി തീരുവാൻ, ജന്മസാഫല്യം കൈവരുത്തുവാൻ പ്രകൃതി ലോകം കണ്ണുനീരോടെ കാത്തിരുന്ന ആ സാക്ഷാൽ മഹാശക്തി. ഈ ലോകത്തിൽ വന്ന് ജന്മമെടുത്ത് അടിമത്വത്തിൽ അടിപ്പെട്ട് കണ്ണുനീരോടെ വിളിച്ച് നെഞ്ചുപൊട്ടി കരഞ്ഞ അനേക ലക്ഷം അടിമകളുടെ കണ്ണുനീരിന്റെ ഫലമായി സർവശക്തി അനേകം ലക്ഷം അടിമകളുടെ കണ്ണുനീരിന്റെ ഫലമായി സർവശക്തി താണിറങ്ങി വന്നു. എങ്ങനെ താണിറങ്ങി വന്നു? കരുണയോടെ താണിറങ്ങി വന്നു. കളങ്കമൊഴിവാക്കുവാൻ കരുണാനിധി തന്നെ. കളങ്കമൊഴിവാക്കുവാൻ
തീരുമാനം ഗുരുവിന്റെ ഹൃദയത്തിലാണ് എടുത്തത്. ഗുരുവിന്റെ ഹൃദയത്തിലാണ് എടുത്തത്. എന്ത് തീരുമാനം? എന്റെ ദേവീദേവന്മാർക്ക് എന്നെ കാണണം, എന്റെ ദേവീദേവന്മാർക്ക് എന്നെ കാണണം, എന്റെ ദൂതപരിവാരങ്ങൾക്ക് എന്നെ കാണണം, എന്റെ ദൂതപരിവാരങ്ങൾക്ക് എന്നെ കാണണം, എന്റെ പ്രകൃതിക്ക് എന്നെ കാണണം, പ്രകൃതിക്ക് എന്നെ കാണണം, എന്റെ മനുഷ്യാത്മാക്കൾക്ക് എന്നെ കാണണം, എന്റെ മനുഷ്യാത്മാക്കൾക്ക് എന്നെ എന്റെ അരിമസന്താനങ്ങളിതാ കിടന്ന് കണ്ണുനീരോടെ വിളിക്കുന്നു, എന്റെ സന്താനങ്ങളിതാ കിടന്ന് കണ്ണുനീരോട് നെഞ്ചുപൊട്ടി വിളിക്കുന്നു. അവരുടെ നെഞ്ചുപൊട്ടുന്ന ശബ്ദം എന്റെ ചെവിയിൽ കേൾക്കാം. അവരുടെ നെഞ്ചുപൊട്ടുന്ന ശബ്ദം എന്റെ ചെവിയിൽ കേൾക്കാം. ആ ശബ്ദം കേട്ടുകൊണ്ട് എനിക്കിനി ഇവിടെ ഇരിക്കാൻ കഴിയുകയില്ല, ശബ്ദം കേട്ടുകൊണ്ട് എനിക്ക് ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഈ രൂപത്തിലിരിക്കാൻ കഴിയില്ല. അവരുടെ ഇടയിൽ അവരിൽ ഒരാളായി എനിക്ക് നിന്നേ പറ്റൂ, അവരിലെ ഇടയിൽ അവരിൽ ഒരാളായി എനിക്ക് നിന്നേ പറ്റൂ. അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് മഹാശക്തി പ്രത്യക്ഷമായി വന്നു ലോകത്തിൽ, മഹാശക്തി പ്രത്യക്ഷമായി വന്നു ശുഭാനന്ദനാമത്തിൽ അവതരിച്ചു, സർവർക്കും ശുഭമായ ആനന്ദം ദാനം ചെയ്യുവാൻ അവതരിച്ചു. ആ അപ്രകാരം ശുഭമായ ആനന്ദം നൽകിടുവാൻ കലിയുഗത്തിൽ ഖഡ്ഗി അവതരിച്ചു. കലിയുഗത്തിൽ ഖഡ്ഗി അവതരിച്ചു.
കൊടുത്തുകൊണ്ട് ശുഭമായ ആനന്ദം പകർന്നു കൊടുത്തുകൊണ്ട് അന്ന് ആരംഭിച്ച ആത്മബോധോദയ സംഘം ഈ നിമിഷം വരെയും നടത്തിയത് ആ ഏകശക്തി തന്നെയാണ്. ശത്രുമാറി പലതും ധരിച്ചു, ആ വാഹനങ്ങൾ പലത് മാറി, മുറികൾ പലത് ഉപയോഗിച്ചു, മുറികൾ പലതുപയോഗിച്ചു. പക്ഷേ ആ ഏകശക്തി ശുഭാനന്ദ തപോശക്തി മാറ്റമില്ലാതെ മരണമില്ലാതെ ലോകത്തിൽ ഇതാ വാഴുന്നു. ആ ശുഭാനന്ദ തപോശക്തി ആത്മലോക രക്ഷാർത്ഥം ഇന്നും ലോകത്തിൽ വാഴുന്നു എന്ന് പരിപൂർണമായി സമ്മതിക്കുന്നവർക്ക് കൈയെടുത്ത് കണ്ടാനുള്ള കൈയടിച്ചു കണ്ടാനുള്ള വാഴുന്നു ശുഭാനന്ദൻ ആത്മലോകത്തിന്റെ രക്ഷയ്ക്കായി. നിഷ്കളങ്കാത്മരൂപം ആ സ്ഥലത്തെ ശുഭാനന്ദ രൂപം വാഴുകയുള്ളൂ. പക്ഷേ അതിനുള്ള ഇടം താൻ തന്നെ ത്യാഗകർമ്മത്താൽ ഒരുക്കുന്നു എന്നും
അതിനുള്ള ഇടം ത്യാഗകർമ്മത്താൽ ഒരുക്കുന്നു എന്നും എന്നും ഒരുക്കുന്നു. അങ്ങനെ ഒരുക്കി വെച്ചത് കൊണ്ടാണ് തിരിച്ചെഴുന്നള്ളി വരുവാനും വീണ്ടും ആദർശം പുലർത്തുവാനും വീണ്ടും വന്നൊരു ദേഹം സ്വീകരിക്കുവാനും വീണ്ടും 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 തിരുവുടലുകളിലൂടെ വാഴുവാനും അവസരമുണ്ടായത് തന്റെ ശബ്ദത്താൽ, തന്റെ ജ്ഞാനത്താൽ, തന്റെ കർമ്മങ്ങളാൽ, തന്റെ ശിക്ഷണങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ട ആത്മരൂപാന്തരം വരുത്തിയ നിഷ്കളങ്ക ഹൃദയങ്ങളെ താൻ തന്നെ നിർമ്മിച്ച് ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ആത്മബോധോദയ സംഘസ്ഥാപകൻ ആത്മാക്കളിൽ ആത്മനാഥനായി വാഴുകയാണ്. ആത്മനാഥൻ, കരുണാനിധി, ഉടമസ്ഥൻ, സർവകലാവല്ലഭൻ, സർവാധികാരി, ആനന്ദജിന്മയൻ പ്രത്യക്ഷമായി ഇതാ ലോകത്തിൽ ആത്മലോകരക്ഷാർത്ഥം വാഴുന്നു. ഇത് നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട്, ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അടിയുറച്ച അറിവിൽ അനുസരിച്ച് എന്നും ജീവിച്ചു കൊള്ളുക. അഖിലേശൻ നിങ്ങളെ രക്ഷിക്കും, എന്നും രക്ഷിക്കും. മാറ്റമില്ലാതെ, മരണമില്ലാതെ, യാതൊരു മങ്ങലുമില്ലാതെ ലോകത്തിൽ സർവത്യാഗങ്ങളും സഹിച്ചുകൊണ്ട്, കഷ്ടതകൾ സഹിച്ചുകൊണ്ട്, എല്ലാവിധ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട്, എതിർപ്പുകൾ സഹിച്ചുകൊണ്ട്, ശത്രുതകൾ സഹിച്ചുകൊണ്ട്, ലോകത്തിന്റെ സർവ്വ അക്രമങ്ങളും സഹിച്ചുകൊണ്ട് ഈ കലിയുഗത്തിൽ, ഈ നരകത്തിൽ ഒരു ശരീരം മാറിയിട്ടും വീണ്ടും വന്നു, അത് മാറിയിട്ട് വീണ്ടും വന്നു, അത് മാറിയിട്ട് വീണ്ടും വന്നു, അതും മാറിയിട്ടും പോയില്ല, എങ്ങും പോയില്ല, എങ്ങും പോയില്ല. ശരീരം ഉപേക്ഷിച്ചു പോയപ്പോ വളരെയേറെ ദുഃഖിച്ചു. അരിമസന്താനങ്ങൾ കണ്ണുനീരോടെ വിളിച്ചു കരഞ്ഞു. കാരണം എല്ലാം ഉപേക്ഷിച്ച് സർവസ്വമായി കണ്ട ഗുരു, സർവ ആരാധനാ മാർഗങ്ങളും തച്ചുടച്ചു കളഞ്ഞിട്ട് ഗുരുവിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവർ, ബന്ധുജനങ്ങളുടെ പോലും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഗുരുവിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവർ, സ്വന്തമായുള്ള വസ്തുവകകൾ വിറ്റ് ഗുരുവിന് വേണ്ടി സമർപ്പിച്ചിട്ട് കാത്തിരുന്നവർ, ഇങ്ങനെ അനേക വിധത്തിലുള്ള അരിമസന്താനങ്ങൾ കണ്ണുനീരോടെ നെഞ്ചത്തലച്ച് കരഞ്ഞ സന്ദർഭം, ആ സന്ദർഭം ഞാനെങ്ങും പോവുകയില്ല, ഞാൻ അനുയോജ്യമായ ദേഹം സ്വീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി വാഴുമെന്ന് പറഞ്ഞിരുന്നു. ആ കൽപ്പനയെ ഓർക്കുന്നുണ്ട് പലരും, അതിനുവേണ്ടി പലരും വിളിച്ചു നോക്കി. പക്ഷേ അവിടവിടങ്ങളിലായി ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കിയതല്ലാതെ സ്ഥായിയായ ഒരു സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥ 12 വർഷക്കാലം ലഭിച്ചില്ല. കാരണം എന്താണ്? 12 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നത് പലരും മറന്നുപോയി. ആ മറവി ഉണ്ടാക്കിയത് താൻ തന്നെയാണ്. കാരണം ഈ ആശ്രയവും ഈ കണ്ണുനീരും ഈ വരവിന് ആവശ്യമാണ്. അങ്ങനെ കണ്ണുനീരോടെ വിളിച്ച വിളി കേട്ട് കരുണാനിധി വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വന്നു, തിരിച്ചു വന്നു, തിരിച്ചറിവോ നൽകുക, തിരിച്ചു വന്നു, തിരിച്ചു വന്നു, തിരിച്ചു വന്നു, തിരിച്ചറിവോ നൽകുക.
കണ്ണുനീരിൽ നിന്നുകൊണ്ട് ഈ കണ്ണുനീരെല്ലാം തുടച്ചു. ഈ കണ്ണുനീരെല്ലാം ഈ തിരിച്ചറിവ് അങ്ങോട്ട് ദാനം ചെയ്തു. തിരിച്ചറിവങ്ങോട്ട് ദാനം ചെയ്തു. ആ ദുഃഖമെല്ലാം അകറ്റി. ആ ദുഃഖമെല്ലാം കരയാതിരിക്കുക രുമസന്തതികളെ, നിഷ്കളങ്കവുമായ ധീരതയാർന്ന കലിയുഗത്തിലെ ഖഡ്ഗി തിരിച്ചു വന്ന് നിന്നുകൊണ്ട് ആ ധീരതയോടുകൂടി തന്റെ അരിമ സന്താനങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണിത്. ആ ഖഡ്ഗിയുടെ ഉറപ്പാണിത്. കലിയുഗാവതാര പുരുഷന്റെ ഉറപ്പാണിത്. കരയാതിരിക്കുക അങ്ങനെ തെറ്റിച്ചതായിട്ട് ആർക്കെങ്കിലും അനുഭവമുണ്ടോ? ഈ സന്നിധാനത്തിലേക്ക് എത്തി തൃപ്പാദം ആശ്രയിച്ച് നിയമങ്ങൾ പാലിച്ച് നാമം സ്തുതിക്കുന്ന ആത്മലോകത്തിന് ദുരിത ദുഃഖം അകന്ന് സ്വർഗസുഖം കണ്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആ ദുരിത ദുഃഖങ്ങൾ ഒഴിവായി സ്വർഗസുഖം അനുഭവിച്ചു എന്ന് മാത്രമേ ആത്മലോകത്തിന് പറയാൻ കഴിയൂ. അങ്ങനെ അനുഭവമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തി കണ്ടാൽ കൊള്ളാം. ആ എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ജീവിക്കുക. ആ തിരിച്ചുവരവ് കാലത്ത് കണ്ണുനീർ കണ്ടുകൊണ്ട് കരുണാനിധി കൽപ്പിച്ചു, ഇനി ഇങ്ങനെ ഒരു അവസരം ഒരിക്കലും നിങ്ങൾക്കുണ്ടാവുകയില്ല. ഈ 12 വർഷക്കാലം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, എന്നെ കാണാതെ കരഞ്ഞ കണ്ണുനീരുകൾ, എന്നിൽ നിന്ന് ആശ്വാസം ലഭിക്കാതെ നിങ്ങൾ ദുഃഖിച്ച അവസ്ഥകൾ, ആനന്ദം കാണാതെ അലഞ്ഞ അവസ്ഥകൾ ഇനി ഒരിക്കലും ഉണ്ടാക്കുകയില്ല എന്ന് ലോകത്തിന്റെ ഉടമസ്ഥൻ രണ്ടാമത്തെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കൽപ്പിച്ച കൽപ്പന ആ മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഗുരുപ്രസാദ് ഗുരുദേവനിൽ കൂടി, സദാനന്ദ സിദ്ധ ഗുരുദേവനിൽ കൂടി ഇന്നും അത് അനുഭവമാകുന്നു എന്ന് സമ്മതിക്കുന്നവരെന്ന് കൈയുയർത്തി കണ്ടാൽ കൊള്ളാം. ആ നിഷ്കളങ്ക ജ്ഞാന ഖഡ്ഗി സദ്ഗുരുവായി ദയം ചെയ്തു. നിഷ്കളങ്ക ജ്ഞാന ഖഡ്ഗി സദ്ഗുരുവായി ദയം ചെയ്തു. നിഷ്കളങ്ക ജ്ഞാന ഖഡ്ഗി സദ്ഗുരുവായി ദയം ചെയ്തു. നിഷ്കളങ്ക ജ്ഞാന ഖഡ്ഗി സദ്ഗുരുവായി
ആത്മലോകത്തെ ആനന്ദിപ്പിക്കുവാനാണ് ഈ അവതാര ലോകത്തിൽ വന്നിരിക്കുന്നത്. ആത്മലോകത്തെ ആനന്ദിപ്പിക്കുവാനാണ് തിരുവോധാരം ലോകത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ആത്മലോകം ഇത് അറിയുന്നില്ല, ആത്മലോകം അത് അറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല. കാണുമ്പോൾ ഒരു മർത്യനാണെന്ന് തോന്നും, കാണുമ്പോൾ ഒരു മധ്യരായി തോന്നും, ശബ്ദം കേൾക്കുമ്പോഴും അങ്ങനെ തന്നെ, ശബ്ദം കേൾക്കുമ്പോഴും അങ്ങനെ, സ്വഭാവങ്ങൾ കാണുമ്പോഴും ഒരു സാധാരണക്കാരൻ. സ്വഭാവം കാണുമ്പോഴും സാധാരണ. ആ എളിയവരിൽ എളിയവനായി നിന്നുകൊണ്ടാണ് വലിയവനാകുന്ന ഉടമസ്ഥൻ ഈ ലോകത്തെ പിടിക്കുന്നത്. ആ ലോകത്തിൽ വലിയ ഉന്നതന്മാരൊക്കെ മുൻപിലേക്ക് വരുമ്പോ ഓ ഏറ്റവും എളിയവനായി നിന്നുകൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നത്. കാരണം അവർ ലോകത്തിൽ ഉന്നതന്മാരാണ്. അവർക്ക് ഈ സത്യം ഒന്നും അറിയില്ല. ദൈവം എന്താണെന്നോ ദൈവ വാഴ്ച എന്താണെന്നോ അറിയില്ല. എന്തിന് സ്വന്തം ആത്മാവിനെ പോലും അവർ അറിയുന്നില്ല. അവരുടെ മുൻപിൽ ഒരു മായാമറയിട്ടുകൊണ്ട് അവരിൽ നിന്ന് ആവശ്യമായതൊക്കെ സ്വീകരിക്കാൻ കരുണാനിധി ചില വേലകളൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ വളർത്തുന്നത്. അതൊക്കെ കണ്ടിട്ട് ശിഷ്യ പരമ്പരകൾ തെറ്റിദ്ധരിക്കരുത്. ഇത് മഹാശക്തിയുടെ വാഴ്ചയാണ്, ഇത് ശാന്തത ശക്തിയുടെ വാഴ്ചയാണ്. അഗ്നിയെ സൂക്ഷിക്കുമ്പോൾ ഇതിനെ സൂക്ഷിച്ചുകൊണ്ടാൽ നിങ്ങൾക്ക് എന്ന് ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ അഗ്നി പ്രവഹിക്കുന്നത് പോലെ ഇത് അനന്തമായി പ്രവഹിച്ചു. അത് എവിടെയൊക്കെ ചെല്ലും, ആരെയൊക്കെ പിടിക്കും, എങ്ങനെയൊക്കെ നശിപ്പിക്കുമെന്ന് അറിയാൻ പറ്റില്ല. ബോധം കൊണ്ട് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടൊരു ശരീരത്തിൽ വാഴുമ്പോൾ, അതിനെ പൂജിക്കുകയും അതിനെ ആരാധിക്കുകയും അതിനുവേണ്ടി കർമ്മിക്കുകയും ചെയ്യുമ്പോൾ അതാണ് ആത്മലോകത്തിന് ഭാഗ്യമായി വരുന്നത്. അതാണ് ആത്മലോകത്തിന് ഭാഗ്യമായി വരുന്നത്. ആ ഭാഗ്യമാണ് നിങ്ങൾ കരസ്ഥമാക്കേണ്ടത്. അതെന്നും ആത്മലോകത്തിന് ഒരുക്കി വെച്ചുകൊണ്ട് മാറ്റമില്ലാതെ വാഴുന്ന വാഴ്ച കണ്ടറിഞ്ഞ് നിങ്ങൾ ആരാധിക്കുക, സ്തുതിക്കുക, നിയമങ്ങൾ പാലിക്കുക, നാമങ്ങൾ സ്തുതിക്കുക. സർവശക്തി നിങ്ങളിൽ നിറഞ്ഞു വാഴുമാറാകട്ടെ. 139ാമത് പൂരഞ്ജന്മ നക്ഷത്ര മഹോത്സവം ഒരു മാസക്കാലം കൊണ്ട് പ്രത്യേക അവസ്ഥയിലാണ് ഈ സന്നിധാനം നിലകൊള്ളുന്നത്. പ്രത്യേക സങ്കല്പങ്ങളും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും അതിനുവേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും ഇതെല്ലാം നടന്ന് ഇങ്ങനെ പരിപൂർണമായി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെതായ സുഖവും അതിൻ്റെതായ ചൈതന്യവും ആത്മലോകത്തിന് അനുഭവപ്പെടുന്നുണ്ട്. ഒരു മാസം മുൻപ് സർവശക്തി ഇവിടെ ഇല്ലാതിരുന്നിട്ടല്ല, ആത്മലോകം ഒരുങ്ങിയതനുസരിച്ചാണ് അവരിലേക്ക് ചൈതന്യം ലഭിക്കുന്നത്. ഹൃദയം ഒരുങ്ങുമ്പോഴേ ഹൃദയേശനെ കാണാൻ കഴിയുള്ളൂ. പരിശുദ്ധ ഇടത്തെ ഭഗവാൻ എഴുന്നള്ളുകയുള്ളൂ. അത് മാത്രമേ അതിന് മാർഗമുള്ളൂ. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഹൃദയം ഒരുക്കിക്കൊണ്ട് നിങ്ങൾ കാത്തിരുന്ന് വിളിച്ചാൽ കരുണാനിധി കൈവിടുകയില്ല. നിങ്ങളുടെ ഏതാവശ്യമായാലും അത് സാധിച്ചു തരാൻ കരുണാനിധി കൂടെ ഉണ്ടാകും. അങ്ങനെ ഹൃദയം ഒരുക്കിക്കൊണ്ട് കരുണാനിധിയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൂരഞ്ജന്മ നക്ഷത്ര മഹോത്സവം ഏറ്റവും വിശിഷ്ടമായതും ഭഗവത് ഹൃദയത്തിൽ ഏറ്റവും കരുതപ്പെടുന്നതും ഭക്തന്മാർക്ക് ആനന്ദം അനുഭവപ്പെടുന്നതും അറിയാത്തവർക്ക് വിളംബരമായി അറിയിക്കപ്പെടുന്നതും ആയ മഹാഘോഷയാത്രയോടുകൂടി ഉന്നതമായി പൂരം നടത്തണമെന്ന് തീരുമാനം ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കരുണാനിധി അത് അനുവദിക്കും. ഇടുക്കമുണ്ട്, ഞെരുക്കമുണ്ട്, ലോക നിയമങ്ങൾ എതിരായി നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം ഖണ്ഡിക്കുവാൻ കഴിവുള്ളവനാണ് മഹാശക്തി. പക്ഷേ എന്തു വേണം? ഒത്തൊരുമിച്ച് ഒരു മനസ്സോടുകൂടി നിന്ന് വിളിക്കണം. അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭക്തവത്സലനായ ഭഗവാനെ, കരുണാനിധി
ആ പുണ്യമുഹൂർത്തത്തെ ആഘോഷിക്കുവാൻ, ആ പുണ്യസുദിനത്തെ ആഘോഷിക്കുവാൻ എല്ലാ ഘോഷങ്ങളോടും കൂടി, ഘോഷയാത്രയോടുകൂടി ആഘോഷിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ, അടിയങ്ങളെ അനുവദിക്കണമേ, അടിയങ്ങളെ അനുവദിക്കണമേ, അടിയങ്ങളെ അനുവദിക്കണമേ, തിരുവള്ളം കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. ഓ എഴുന്നള്ളണേ, എഴുന്നള്ളണേ, സർവ്വലോകേശ്വരൻ എഴുന്നള്ളണേ. വിളിച്ചപേക്ഷിച്ചാൽ കരുണാനിധി കൈവിടുകയില്ല. ആ നമുക്ക് ഉന്നതമായ നിലയിൽ അതെല്ലാം നടത്താൻ പറ്റും. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ആരാധിക്കുക. ആ വെളിയിൽ നിന്ന് മനസ്സുകളെ ഇളക്കാൻ വേണ്ടി വരുന്ന പ്രഖ്യാപനങ്ങളെല്ലാം ഒരു വിധത്തിലും നിങ്ങളിലേക്ക് കടത്തിവിടരുത്. ഇത് നടത്തേണ്ടതിന്റെ ആവശ്യമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഘോഷയാത്രയ്ക്ക് മുന്നമേ ഈശ്വരൻ എഴുന്നള്ളും. അതിനു പിറകിലായി ദേവീദേവന്മാർ എഴുന്നള്ളും. അതിനു പിറകിലായി സന്യാസ പരമ്പരകൾ എഴുന്നള്ളും. അതിനു പിറകിലായി ഭക്തപരമ്പരകൾ എഴുന്നള്ളും. അങ്ങനെ ഉന്നതമായ ജന്മനക്ഷത്ര ഘോഷയാത്ര നടത്തുവാൻ സർവശക്തി നമ്മളെ അനുവദിക്കട്ടെ, അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. ഓ എല്ലാം ഉന്നതമായ ജഗദീശ്വരൻ നടത്തി തരട്ടെ. മഹാഗോകുലത്തെയും ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് ഏഴകൾക്കായി ദാനം ചെയ്യണമേ, ഏഴകൾക്കായി ദാനം ചെയ്യണമേ, ഈ ലോകത്തിന്റെ ശാന്തിക്കായി ദാനം ചെയ്യണമേ, ആദർശത്തിന്റെ വിളംബരത്തിനായി ദാനം ചെയ്യണമേ, ഗുരുവിന്റെ തിരുനാമത്തിന്റെ പുകഴ്ചയ്ക്കായി ദാനം ചെയ്യണമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം ഓടിയെത്തിയ എല്ലാ കുഞ്ഞുങ്ങളെയും ഇതാ ദർശിച്ചിരിക്കുന്നു. ഈ ശാഖകളിൽ നിന്ന് വന്ന് ഇന്നത്തെ ഉത്സവത്തെ ഓടികൂട്ടുവാൻ ആ നന്ദിയോടുകൂടി നടത്തപ്പെടുന്ന സ്തുതി ഉന്നതമായ നിലയിൽ നാളെ പ്രഭാതം വരെ നടക്കട്ടെ. അതിൽ പങ്കെടുക്കുന്ന സർവാത്മാക്കളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ദേഹവും ലോകവും മറന്ന് പരമാത്മാവുമായി ചേർന്ന് ആനന്ദിക്കുവാൻ ആ സന്താനങ്ങളെ എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവകർമ്മങ്ങളും ഈശ്വരൻ എഴുന്നള്ളി